എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഈ ഒരു വൃശ്ചിക പുലർവേളയിൽ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഈ ക്ലാസ് കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം, അത് നിങ്ങൾക്ക് ശബരിമല ശാസ്താവിനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങളെയും ഒരുപാട് ഊർജ്ജസ്വലരാക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ ഇന്നലെ നമ്മൾ ശബരിമലയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പിറകോട്ട് പോയി സഞ്ചരിച്ച് ലഭ്യമായ വസ്തുതകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ അയ്യപ്പന്മാർ എന്തിനാണ് വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ആ വർണ്ണങ്ങളുടെ പ്രാധാന്യം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള തത്വം, ശനിദേവൻ അല്ലെങ്കിൽ ശനീശ്വരനും അയ്യപ്പനും ആയി നടന്ന സംവാദങ്ങളും, അതിനെ തുടർന്ന് തൻ്റെ ഭക്തരെ ശനീശ്വരൻ്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ നിർദ്ദേശിച്ച മണ്ഡലവ്രതം എന്ന കാര്യം ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ആചാരക്രമം, മണ്ഡലവ്രതം എന്ന ആചാരക്രമം ഒക്കെ നമ്മൾ ഇന്നലെ പരിശോധിച്ചതാണ്. ഇനി നമ്മൾക്ക് തുടർന്ന് അങ്ങോട്ടും ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് ചരിത്രങ്ങളും കുറച്ച് ചരിത്രവും തത്വങ്ങളും ഒക്കെ പരിശോധിച്ച് അത് രണ്ടും ഇങ്ങനെ ഇടകലർത്തി നമ്മൾക്ക് പോവാം. കാരണം ശ്രീധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു തത്വമാണ്. ഭാരതീയർ പൊതുവെ പ്രപഞ്ചത്തിലെ തത്വങ്ങൾ എല്ലാം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ദൈവിക കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുകയും അവരുടെ ഐതിഹ്യങ്ങൾ കഥാരൂപത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യാറുള്ളത്. നമ്മളിതൊക്കെ കഥകൾ മാത്രമായി മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പം അതുകൊണ്ട് ആ കഥയിൽ നിന്ന് എങ്ങനെയാണോ തത്വം നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടത്, അതേ മാർഗത്തിൽ തന്നെ തത്വം വേർതിരിച്ചെടുത്ത് ആചരണം അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉപാസന കൊണ്ട് ഋഷീശ്വരന്മാർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ നമ്മൾക്ക് എന്തിനാണ് ഇത്തരം ഉപാസന പദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ, രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ കാലഗണന അനുസരിച്ച് അതിലൊക്കെ കാണുന്ന പരാമർശങ്ങൾ ശബരിമലയെക്കുറിച്ച്, പിന്നെ ശബരി എന്ന് പറയുന്ന തപസ്വി അല്ലെ തപസ്വിനിയായ ആ അമ്മയെക്കുറിച്ച്, ശാപം കിട്ടിയതിന് ഗന്ധർവ സ്ത്രീയായ ആ ഒരു മഹാത്മാവിന് ശാപം കിട്ടിയതും അതിനെ തുടർന്ന് അവരൊരു കാട്ടാള സ്ത്രീയിലെ ശാപരയായ ഒരു വനവാസി സ്ത്രീയായി ജീവിക്കേണ്ടി വന്നതും, അതിനെ തുടർന്ന് അവർക്ക് ശ്രീരാമൻ്റെ കാല വന്ന സമയത്ത് ത്രേതായുഗത്തിൽ ശാപമോക്ഷം കിട്ടിയതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ തന്നെ നമ്മൾക്ക് 18-ാം പടിയുടെ തത്വത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. കാരണം ഇന്നലെ നമ്മൾ കറുപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം അയ്യപ്പൻ്റെ ചരിതങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കൃതികൾ കാര്യമായി നമ്മുടെ ഉപാസനയിലോ പൂജാതി കർമ്മങ്ങളിലോ ആചരണങ്ങളിലോ ഒക്കെ നമ്മൾ ബേസ് ചെയ്യുന്നത് പ്രധാനമായും ഒന്ന് അയ്യപ്പ ഗീത എന്ന ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. രണ്ടാമത്തത് ശ്രീഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ടെക്സ്റ്റ്. അതുപോലെ ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശ്രീഭൂതനാഥോ ഉപാഖ്യാനം. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഇതൊക്കെയാണ് ലിഖിതമായ അയ്യപ്പനെ കുറിച്ച് പരാമർശിക്കുന്ന അല്ലെങ്കിൽ ആചാരങ്ങളെക്കുറിച്ച്
ക്രമീകരിക്കുന്നത്. അതുപോലെ തന്നെ പൂജാകൽപ്പമുണ്ട് ശ്രീധർമ്മശാസ്താവിന്. അതിലാണ് ധാരാളം 70-ലധികം മന്ത്രങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള. ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശരിക്കും ഇന്ന് കാണുന്ന ആചാര പദ്ധതികളിലേക്ക് ശബരിമല എത്തിച്ചേർന്നിട്ടുള്ളത്. അയ്യപ്പഗീതയിൽ ശരിക്കും എങ്ങനെയാണ് അയ്യപ്പഗീത രചിക്കപ്പെട്ടിട്ടുള്ളത്? 365 ശ്ലോകങ്ങളുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ഭഗവത്ഗീതയുടെ അതേ പാറ്റേണിലാണ് അതും രചിച്ചിട്ടുള്ളത്. പക്ഷേ ഭഗവത്ഗീത എത്രയോ കാലം മുന്നേ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ രചിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഇത് അയ്യപ്പഗീത 19-ാം നൂറ്റാണ്ടോടുകൂടി 18 നൂറ്റാണ്ട് കഴിഞ്ഞ ഉടനെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ ശരിക്കും അയ്യപ്പൻ ശബരിക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഉപദേശം നൽകുന്നതെങ്കിൽ ഇവിടെ അയ്യപ്പനാണ് ശബരിക്ക് ഉപദേശം നൽകുന്നത്, ജ്ഞാനോപദേശം നൽകുന്നത്. അപ്പോൾ അതിൽ 18-ാം പടിയുടെ തത്വം വളരെ കൃത്യമായി ശബരിയോട് പറയുന്നുണ്ട്. കാരണം ഒരു ജീവാത്മാവ് ഈ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് പരമാത്മാവുമായി ചേർന്ന് പോവാതിരിക്കുന്നത് ഈ മായാപ്രപഞ്ചത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെടുന്നത് കൊണ്ടാണ്. ആ സ്വാധീന വലയങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ശരിക്കും ആ മായയാകുന്ന എന്താ പറയുക, ഭ്രമാത്മകമായ ഈ ലോകം. ആ ലോകത്തിൻ്റെ സ്വാധീനം, അതിനെ പ്രതിനിധീവൽക്കരിക്കുന്നതാണ് ശബരിമലയിലെ 18 പടികളെന്ന് അയ്യപ്പഗീതയിൽ ശബരിയോട് അയ്യപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ ജ്ഞാനോപദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ആദ്യത്തെ 5 പടികൾ, പിന്നെ അടുത്ത 5 പടികൾ, വീണ്ടും അടുത്ത 5 പടി, അങ്ങനെ 15 പടികൾ. അത് കഴിഞ്ഞിട്ട് 2 പടികളുടെ തത്വം. ഈ 17നെയും ചവിട്ടി കഴിയുമ്പോഴാണ് 18ാമത്തെ പടിയിലെത്തുക. ആ 18ാം പടിയിലാണ് പരമാത്മാവുമായി ഉള്ള സായുജ്യം ഒരു ജീവാത്മാവിന് ലഭിക്കുക എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, അയ്യപ്പഗീതയിൽ ഭഗവാൻ പറയുന്നത് ആദ്യത്തെ 5 പടികൾ അത് പഞ്ചഭൂതങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ജീവാത്മാവ് വസിക്കുന്ന ശരീരം കുടികൊള്ളുന്നത് അല്ലെങ്കിൽ ശരീരം രൂപീകൃതമാവുന്നത് ഈ പഞ്ചഭൂതങ്ങളാണ്. അതുകൊണ്ട് ആ പഞ്ചതത്വങ്ങൾ നമ്മൾക്കറിയാലോ, പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 പ്രധാന ഭൂതതത്വങ്ങൾ, ആ ഭൂതതത്വങ്ങളാണ് ആദ്യത്തെ 5 പടി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള അടുത്ത 5 പടി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥ. അതിനുശേഷമുള്ള 5 നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അങ്ങനെ 15 പടികൾ, അതായത് 5ൻ്റെ 3 സെറ്റാണ് പറയുന്നത്. ആദ്യത്തെ 5 ഭൂതതത്വങ്ങൾ, പഞ്ചഭൂതതത്വങ്ങൾ, അടുത്ത 5 തത്വങ്ങൾ കർമ്മേന്ദ്രിയങ്ങളാണ്, അടുത്ത 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 15 കഴിഞ്ഞ് 16ാമത്തതും 17ാമത്തതും മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സും ബുദ്ധിക്കും ശേഷം 18ാമത്തെ പടി. 18ാമത്തെ പടി ജീവാത്മാവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീവാത്മാവ് ഈ 17 തത്വങ്ങൾ കടന്ന് 18ാമത്തെ തത്വത്തിൽ എത്തുമ്പോൾ അത് പരിപൂർണമായി ഈ മായയുടെ, കാരണം ഈ മായയുടെ സ്വാധീനം നമ്മളിൽ ചെലുത്തുന്നത് ഈ പറയുന്ന പഞ്ചഭൂതാത്മകമായ ശരീരവും ആ ശരീരത്തിൽ വസിക്കുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളുമാണ്. അതിന് ഈ 15 തത്വങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും, ഈ 17 തത്വങ്ങളെ ഒരു ജീവാത്മാവ് സർപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടന്നു കഴിഞ്ഞാൽ ജീവാത്മാവിന് പരമാത്മാവിനെ ദർശിക്കാനുള്ള അവസരമാണ്. ആ തത്വമാണ് ശബരിമലയിലെ 18 പടി അല്ലേ. സത്യമായ പൊന്ന് 18ാം പടി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു തത്വമാണ്. അപ്പം ശബരിമല ചവിട്ടുന്ന ഏതൊരു ഭക്തനും, 18ാം പടി ചവിട്ടുന്ന ഏതൊരു ഭക്തൻ്റെയും ഉള്ളിലുണ്ടാവേണ്ട തത്വം ഇതാണ്. സത്യമായ പൊന്ന് 18ാം പടി ചവിട്ടുമ്പോൾ ഉണ്ടാവേണ്ട തത്വം, ഞാനാകുന്ന ജീവാത്മാവ് ഈ 17 തത്വങ്ങളും കടന്ന് ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു മഹാവാക്യം എഴുതി വെക്കുകയാണ്. ഈ മഹാവാക്യം ശരിക്കും ശബരിമലയുടെ പ്രാചീന കാലത്തെ ഉണ്ടായ മഹാവാക്യമല്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു വലിയ ശിഷ്യൻ, ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ എയർഫോഴ്സിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ആണ് ചിന്മയാനന്ദ സ്വാമിയുടെ, അതായത് ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം
തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടി 18ാം പടിക്ക് മുകളിൽ തത്വമസി എന്ന ആ മഹാവാക്യം സ്ഥാപിച്ചത്. അപ്പോൾ സാധാരണ ഒരു ഭക്തൻ ഈ സത്യമായ പൊന്ന് 18ാം പടി ചവിട്ടി 17 പടി കടന്ന് ജീവാത്മാവാകുന്ന തലം 18ാമത്തെ പടിയിൽ നിൽക്കുമ്പോൾ ആദ്യം കാണുന്നത് ആ മഹാവാക്യമാണ്. ആ മഹാവാക്യം നമ്മളോട് പറയുന്നത് എന്താണ്? തത് ത്വം അസി. അത് അല്ലേ, ആ കാണപ്പെടുന്നത് അത് ഞാൻ തന്നെയാകുന്നു. അവിടെ നമ്മൾക്ക് ഭേദചിന്തയില്ല, അദ്വൈതമാകുന്നു. ആ സത്യമായ ആ പരമമായ പൊരുളിലേക്ക് ഞാൻ ചെന്ന് ലയിക്കുകയാണ്, ഭേദചിന്തയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലളിതാ സഹസ്രനാമ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ, നമ്മുടെ ആചാരക്രമം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സയൻറ്റിഫിക്കും വളരെ മനുഷ്യനെ അല്ലെങ്കിൽ മാനവരാശിയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രമമാണ് ശരിക്കും ഋഷീശ്വരന്മാർ നമ്മൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത്. കാരണം മറ്റെല്ലാ ദർശനങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും ഭേദചിന്തയിൽ അല്ലെങ്കിൽ ദ്വൈത ചിന്തയിൽ വിരാജിക്കുമ്പോൾ, അതായത് മനുഷ്യൻ ഒരു തലത്തിൽ ഈശ്വരൻ വേറൊരു തലത്തിൽ എന്ന് കരുതി അവരുടെ പ്രാർത്ഥനാ സമ്പ്രദായങ്ങളും എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, ഭാരതത്തിൽ മഹർഷീശ്വരന്മാർ അല്ലെങ്കിൽ മഹാമുനികൾ നമ്മൾക്ക് തന്ന ദർശനം എങ്ങനെയാണ്? അത് ഞാൻ തന്നെയാണ്. എന്താണോ ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ തന്നെയാണ്. രണ്ട് എന്നില്ല, ഒന്ന് തന്നെ. അദ്വൈത ചിന്തയാണ്. ഈ ചിന്ത തേടിയിട്ടാണ് ലോകം മുഴുവനും ഭാരതത്തിലേക്ക് വന്നത്, അല്ലേ? നമുക്കറിയുന്നതാണ് ചരിത്രമൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ അയ്യപ്പ ഗീതയിൽ സാക്ഷാൽ അയ്യപ്പസ്വാമി ശബരിക്ക്, അല്ലേ, ശബരി മാതാവിന് ഉപദേശം നൽകുന്ന സമയത്ത് 18ാം പടിയെക്കുറിച്ചിട്ടുള്ള തത്വങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിൽ ഏറ്റവും പ്രധാനമെന്ന് അല്ലേ എല്ലാവരും പറയുന്നത്, നമ്മൾക്ക് അനുഭവമുള്ളതുമാണ് സത്യമായ പൊന്നു അയ്യപ്പനെ നമ്മൾക്ക് 18ാം പടി കയറാതെയും ദർശിക്കാം. പക്ഷേ ഒരു ശബരിമല തീർത്ഥാടനത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് 18ാം പടി ചവിട്ടുക എന്നുള്ളത്. അതെന്താണ്? മഹത്തായ ഈ തത്വമാണ്. ഒരു ജീവാത്മാവ് പരമാത്മാവായി ഉയരുന്ന തത്വമാണ്. അപ്പോൾ അത് അറിഞ്ഞ് നിത്യേന അല്ല, എല്ലാ വർഷവും തീർത്ഥാടനത്തിന് പോകുന്ന ഒരു അയ്യപ്പൻ്റെ ആധ്യാത്മികമായ ഉയർച്ച, മാനസികമായ ഉയർച്ച എത്രത്തോളം ഉണ്ടാവും? അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ നമ്മൾ അറിഞ്ഞ് തന്നെ അനുഷ്ഠിക്കണം. കേവലം ഒരു മാലയിട്ട് കറുപ്പെടുത്ത് പോയി വരുന്നതല്ല അയ്യപ്പ മല. അതിനേക്കാൾ വലിയ തത്വം ഇന്നത്തെ കലിയുഗത്തിൽ, അല്ലേ, നമ്മൾ എത്രയോ മഹാക്ഷേത്രങ്ങളിൽ പോകുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ താത്വികപരമായി നമ്മളെ കൊണ്ട് ആചരണങ്ങൾ ചെയ്യിപ്പിക്കുന്ന വേറൊരു ക്ഷേത്രം നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ ഈ ഒരു കാലഘട്ടത്തിൽ? നമ്മളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവും, വൈക്കം ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവും, മൂകാംബികയിൽ പോകുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്രയും വളരെ താന്ത്രികപരമായ അല്ലെങ്കിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ ലോകത്തിന്, ഈ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരാശിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് എന്താണോ അവർക്ക് ആവശ്യം, അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ചലിക്കുവാൻ വേണ്ടി അവർക്ക് എന്താണോ ആവശ്യം, അത് വളരെ കൃത്യമായി ഒരു അനുഷ്ഠാന രൂപത്തിൽ, അല്ലെ, ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ജാതി മത ഭേദ ചിന്തയിൽ, അല്ലേ, ആ ചിന്തകളൊന്നുമില്ലാതെ ആർക്കും ചെന്ന് കയറാൻ പാകത്തിലുള്ള ഒരു ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയുടെ പ്രസക്തി ഇന്ന് ആവോളം ലോകത്ത് നിലനിൽക്കുന്നതും. ആ ക്ഷേത്രത്തെ തകർക്കാൻ പല ആളുകൾ ശ്രമിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. കാരണം മാനവകുലത്തിന് ഭാരതം എന്ന മഹാരാജ്യം അല്ലെങ്കിൽ മഹാരാഷ്ട്രം അല്ലെങ്കിൽ ഈ ഒരു ഈശ്വരീയ പ്രദേശം എന്നും ലോകത്തിന് ഇത്തരത്തിലുള്ള മാനവകുലത്തിൻ്റെ പുരോഗതിക്കുള്ള സംസ്കാരങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്നും, അല്ലേ? നമുക്ക് കലിയുഗത്തിൽ നോക്കുമ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീധർമ്മശാസ്താവ് എന്നൊരു ഉപാസനാക്രമം, ഒരു ആചാര പദ്ധതി ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്ന ഒരു പദ്ധതി. ഇതുകൊണ്ട് തന്നെയാണ് ഭാരതം ലോകത്തിൻ്റെ മാതാവാണ്, ലോകത്തിനെ നേർവഴി നയിക്കാൻ ലോകത്തിൻ്റെ സാംസ്കാരികമായ കളിത്തൊട്ടിൽ ഭാരതമാണ് എന്ന് പണ്ടേ ആളുകൾ അംഗീകരിച്ചത് ഇതുകൊണ്ടാണ്.
അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് ചരിത്രത്തിലേക്ക് വരുമ്പോൾ രാമൻ്റെ കാലം ഏകദേശം BC 5000 വർഷങ്ങൾ ഒക്കെ ഒരു ഏകദേശ കണക്കാണ്. കാരണം നമുക്ക് ഇതിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാം. അപ്പം രാമൻ്റെ കാലഘട്ടം ത്രേതായുഗത്തിൽ ശബരിമല നിലവിലുണ്ടായിരുന്നു എന്നുള്ളതിന് 3-4 കാരണങ്ങൾ പറയാം. കാരണം രാമായണ കാലത്തോ മഹാഭാരത കാലത്തോ ശബരിമലയെ ശാസ്താ ക്ഷേത്രത്തെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. അക്കാലത്ത് ശബരിമലയിൽ ശാസ്താ ക്ഷേത്രം നിലവിലില്ലായിരിക്കാം, അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. ഒന്നുകിൽ ശബരിമല ശാസ്താ ക്ഷേത്രം രാമൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മഹാഭാരത കാലത്ത് ശബരിമല ശാസ്താ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു. രാമായണം ഒരു ഗ്രന്ഥരൂപത്തിൽ രൂപപ്പെട്ട കാലം ഏകദേശം BC 2000 അങ്ങനെയുള്ള ഒരു കാലം മുതൽ ആധുനിക സാഹിത്യകാരന്മാരുടെ അഭിപ്രായം പ്രകാരം BC 200 മുതൽ ഒരു ഗ്രന്ഥരൂപത്തിൽ രാമായണം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ശബരിമല ശാസ്താ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആധുനിക സാഹിത്യ ചരിത്രകാരന്മാരുടെയൊക്കെ ഒരു അഭിപ്രായം. AD 9-ാം നൂറ്റാണ്ടിന് സമീപകാലത്ത് ശബരിമല ശാസ്താ ക്ഷേത്രം നിലവിൽ വന്നു എന്നുള്ളത് ചരിത്രപരമായ രേഖകൾ നമുക്ക് ലഭ്യമാണ്. ആദ്യത്തെ 3 നിഗമനം, അതായത് എന്തൊക്കെയാ? ഒന്നുകിൽ രാമായണ കാലത്ത് ഇതുണ്ടായിരുന്നു, മഹാഭാരത കാലത്ത് ഇതുണ്ടായിരുന്നു, പിന്നെ രാമായണ ഗ്രന്ഥരൂപത്തിൽ വന്ന ആ സമയം ഏകദേശം BC 200 കാലം മുതൽ ശബരിമല ശാസ്താ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 3 നിഗമനം ചരിത്രകാരന്മാരുടെ അന്വേഷണമാണ്. അവരാണ് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരേണ്ടത് എന്തൊക്കെയാണ് ചരിത്ര രേഖകൾ. കാരണം എവിടെയും പരാമർശം കൃത്യമായി നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ കെട്ടുപാടിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പഠനം എന്ന മേന്മയും ശരിക്കും പറഞ്ഞാൽ ഈ ഭാരത ചരിത്ര പഠനം നോക്കിയാൽ തന്നെ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും പരാമർശങ്ങളെ പൂർണ്ണമായി നമ്മൾക്ക് അവഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ സമകാലീനമായ, അത് എഴുതപ്പെടുന്ന സമകാലീനതയൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കഥാപാത്ര സൃഷ്ടിയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ചമച്ചിട്ടാണ് ഈ രചനകളൊക്കെ നടത്താറുള്ളത്. അതുകൊണ്ട് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങൾ നമ്മൾക്ക് എന്തായാലും ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനാൽ തന്നെ ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ നമ്മുടെ ഒരു മേന്മ തന്നെയാണ് ശരിക്കും. അത് മാത്രമല്ലാതെ നമുക്ക് നാടൻ പാട്ടുകൾ, പിന്നെ ഈ കേട്ടുകേൾവികൾ, അതുപോലെ തന്നെ ചില സാഹിത്യങ്ങളിൽ പരാമർശങ്ങൾ വരും. അതുപോലെ ആ സമയത്ത് ലഭ്യമായ ലേഖനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെമ്പോലകൾ, ചില വ്യവഹാര രേഖകൾ, കോടതി പോലത്തെ വ്യവഹാര രേഖകൾ, ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ നമുക്ക് ശബരിമലയുടെ ഒരു ഏകദേശ ചരിത്രം നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ അത്തരം ഗൗരവമേറിയ പഠനം നടന്നതായിട്ട് നമുക്ക് കാണാനുമില്ല. പ്രാഥമിക തെളിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ശബരിമലയുടെ ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ അസ്ഥികൂടങ്ങൾക്ക് ജീവചരിത്രം വിവരിക്കാനാവാത്ത കാലത്തോളം അല്ലേ, നമുക്ക് ഫോസിൽസ് ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ആ ഫോസിലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സമയത്തുള്ള കഥ നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. കാർബൺ ഡേറ്റിങ്ങിൽ ആ ഫോസിലിൻ്റെ ഏജ് കണ്ടുപിടിക്കുക എന്നല്ലാതെ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അതിന് നമ്മളോട് വിവരിച്ച് തരാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ശിലാലേഖങ്ങളെ കൊണ്ട് മാത്രം, അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ചരിത്ര പഠനം നമുക്ക് സാധ്യമാവുകയും ചെയ്യില്ല. കാരണം ഈ പറയുന്ന പോലെ എഴുതുന്ന ആൾ ബയസ്ഡ് ആയിരിക്കാം, അയാളുടെ കണ്ണിലൂടെ നോക്കി കണ്ട് എഴുതുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിലും കിട്ടുള്ളൂ. നിഷ്പക്ഷമായ ഒരു ചരിത്രരേഖ എവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം ചരിത്രത്തിന് മജ്ജയും മാംസമൊക്കെ കൊടുക്കുന്നത് ആ കാലഘട്ടത്തിനും അതിന് പിൻപും ജീവിച്ച ആൾക്കാരുടെ, അതുപോലെ ചരിത്രകാരൻ്റെ ഒക്കെ സങ്കല്പശക്തിയും അതുപോലെ തന്നെ വിശ്ലേഷിച്ച് പഠിക്കാനുള്ള അവരുടെ ഒരു പരിശ്രമങ്ങളുമാണ്. അതിനാൽ തന്നെ വായിച്ച പുസ്തകങ്ങളും ഈ പറയുന്ന ലഭ്യമായ അറിവുകളും ചിന്തകളും മാത്രമേ നമ്മളെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ജ്ഞാന പരമ്പരയും നമ്മൾ അങ്ങനെ തന്നെയാണെന്ന് ധരിച്ചാൽ മതി. ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് തന്നെ മടങ്ങി വന്നാൽ കേരളത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് വളരെയധികം ശാസ്താക്ഷേത്രങ്ങൾ പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അല്ലേ ഐതിഹ്യങ്ങളിലൊക്കെ. അവയിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രം എന്നും ഒരു വിശ്വാസമുണ്ട്. രാമായണ കാലത്തോളം പഴക്കമില്ലെങ്കിൽ കൂടി
ഒരു 10 നൂറ്റാണ്ടോളം നമുക്ക് ചരിത്രരേഖ പരിധിയാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ ചികഞ്ഞാൽ ഒരു 10 നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ് ഈ ശാസ്താ ക്ഷേത്രം എന്ന് നമുക്ക് കരുതാം. കാരണം AD 900 കൂടി ഏകദേശം കൊല്ലവർഷം 79 ആകുമ്പോൾ പാണ്ഡ്യ രാജവംശത്തിൽപ്പെട്ട പന്തള രാജാക്കന്മാർ കേരളത്തിലേക്ക് താമസം മാറുന്നു. കേരളത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ വളരെയധികം ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു 10 നൂറ്റാണ്ടിൻ്റെ പഴക്കം കാലഘട്ടം എടുത്തു നോക്കിയാൽ ഏകദേശം രേഖകളൊക്കെ നമുക്ക് ലഭ്യമാവും. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ വാമൊഴികൾ, സാഹിത്യ പരാമർശങ്ങളിലൂടെയൊക്കെ മാത്രമേ നമ്മൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊല്ലവർഷം 79 ഏകദേശം AD 200 2-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ പന്തളം രാജാവ് തിരുവിതാംകൂറിലേക്ക് താമസം മാറ്റിയതായിട്ട് ഒരു താമ്ര ലിഖിതം, ചെമ്പിൻ്റെ ഒരു തകിടിലുള്ള ലിഖിതത്തിൽ കാണുന്നുണ്ട്. ഇവർക്ക് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് വിവാഹം ചെയ്യാനും ഒക്കെ അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു രേഖ. ഇത് P. ശങ്കുണ്ണി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്. അതായത് കൊല്ലവർഷം 79 ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ പന്തളം രാജാവ് തിരുവിതാംകൂറിലേക്ക് താമസം മാറ്റിയതും ആ രാജവംശത്തിൽപ്പെട്ട ആളുകൾക്ക് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന അവകാശങ്ങളൊക്കെ അനുവദിച്ചു കൊണ്ടുള്ള ഒരു ചെമ്പോല അല്ലെങ്കിൽ താമ്രപത്രം. കൊല്ലവർഷം 79 തന്നെ ഏകദേശം കന്നിമാസം 11 പന്തളത്ത് തമ്പുരാൻ പാണ്ഡ്യരാജ്യത്ത് നിന്ന് കേരളത്തിൽ പാർക്കാൻ വന്ന സമയം അവിടത്തേക്ക് തിരുവിതാംകൂറിൽ നിന്നൊരു ചെമ്പ് പട്ടയം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ കോലെഴുത്തിൽ എഴുതിയിട്ടുള്ളതായും അതിൻ്റെ വാചക രീതി, അതിൻ്റെ ലാംഗ്വേജ് മലയാളമായും കാണപ്പെടുന്നു എന്ന് P. ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം എന്ന ഗ്രന്ഥത്തിലും നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തെങ്കാശിയിലും പിന്നീട് നിലയ്ക്കലും അതിനുശേഷം അച്ചൻകോവിലിലും കുറേ കാലം താമസിച്ച ശേഷം AD 1170 ഏകദേശം 11-ാം നൂറ്റാണ്ടോടുകൂടി, അപ്പോൾ ഒന്ന് ഓർക്കണം, AD 2-ാം നൂറ്റാണ്ടിലാണ് തിരുവിതാംകൂറിലേക്ക് അവർ പലായനം ചെയ്തു വരുന്നത് എന്നുള്ള താമ്രപത്രം അല്ലെങ്കിൽ താമ്രലിഖിതത്തിൽ സൂചനയുണ്ട് എന്ന് പറയുന്നിടത്ത് പിന്നെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്താണ്? 11-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും, അതായത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു 9 നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ തെങ്കാശി, നിലയ്ക്കൽ, അച്ചൻകോവിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി മാറി ഈ പാണ്ഡ്യ രാജാക്കന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പന്തളത്ത് ഈ പറയുന്ന 1170 സ്ഥിരതാമസമാക്കി. ഇതിന് കാരണമായി പറയുന്നതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ മഹാരാജാവ് പന്തളം രാജാവിന് കുറേ ഭൂമി പട്ടയം കൊടുത്തു എന്നാണ്. ഈ കാര്യം പറയുന്നത് ശ്രീ അയ്യപ്പനും ശബരിമലയും എന്ന പുസ്തകത്തിൽ CK സോമൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ AD 900 9-ാം നൂറ്റാണ്ടോടുകൂടി അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ശബരിമലയിൽ ശാസ്താക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്നതിനൊരു തെളിവും കൂടെ പറയുന്നു. അപ്പോൾ നമ്മളിത് കൂട്ടി വായിക്കേണ്ടത് 2-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം നമ്മളോട് പറഞ്ഞു. തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് പാണ്ഡ്യ രാജാക്കന്മാർ വരുന്നു. അവർക്ക് സ്വാഭാവികമായി ജീവിക്കാനുള്ള അവകാശങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ രാജവംശം അവർക്ക് താമ്രലിഖിതം കൊടുക്കുന്നു. ഏകദേശം 11-ാം നൂറ്റാണ്ടോടുകൂടി പന്തളത്തിലേക്ക് രാജകുടുംബം സ്ഥിരതാമസമാക്കുന്നു. അതിന് 2 നൂറ്റാണ്ട് മുൻപേ 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ശബരിമലയിൽ ഓൾറെഡി ശാസ്താക്ഷേത്രം ഉള്ളതായിട്ട് രേഖകളും പറയുന്നു. ഇന്ന് ശബരിമലയ്ക്കും നിലയ്ക്കലും അല്ലേ, ആ 2 പ്രദേശം ശരിക്കും ഘോരവനമാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ ആ കാലഘട്ടത്തിൽ 2-ാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന 11-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന അല്ലെങ്കിൽ തിങ്ങിപ്പാർത്തെന്ന് പറഞ്ഞാൽ ജനനിബിഡമായിരുന്നു ആ സ്ഥലം. നിലയ്ക്കലാണെങ്കിൽ 14-ാം നൂറ്റാണ്ട് വരെ ജനനിബിഡമായിരുന്നു എന്നും പറയുന്നുണ്ട്.
അപ്പം എന്തുകൊണ്ടാണ് പിന്നീട് ഈ ജനവാസം ഇല്ലാതായത് എന്നുള്ളത് കാരണവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറവപ്പടയുടെ ആക്രമണം മൂലമാണ് ജനങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോയത്. കാരണം ഈ ജനനിബിഡം എന്ന് പറയാൻ കാരണം പന്തളം കൊട്ടാരത്തിന്റെ രേഖകളിൽ നിലയ്ക്കൽ താലൂക്ക് എന്നുള്ള പരാമർശം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൃത്യമായ ഭരണവും ജനവ്യവസ്ഥയും ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. അപ്പം നിലയ്ക്കലും ശബരിമലയിലും തിങ്ങിപ്പാർത്തിരുന്ന ജനങ്ങളുടെ ക്ഷേത്രമായിരുന്നു ശബരിമല ക്ഷേത്രം എന്ന ഒരു വാദം കൂടെ, അല്ലെങ്കിൽ ഒരു മാനം കൂടെ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ജനവാസം കുറഞ്ഞ് ക്ഷേത്രങ്ങൾ നശിച്ച് ഈ ഭാഗം കാട് കയറിയെങ്കിലും ശബരിമലയുടെ പ്രസിദ്ധി ഒളിമങ്ങാതെ ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴിയൊന്ന് നിങ്ങൾ ആലോചിക്കണം. 2-ാം നൂറ്റാണ്ടോടുകൂടി പാണ്ഡ്യ രാജവംശം തിരുവിതാംകൂറിലെത്തുന്നു. അവർക്കുള്ള സൗകര്യങ്ങളും അവകാശങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു. ശേഷം അവർ നിലയ്ക്കൽ, ശബരിമല ഇങ്ങനെയുള്ള പ്രദേശത്തൊക്കെ അവർ താമസിക്കുന്നു. അതിനുശേഷം മറവപ്പടയുടെ അക്രമത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് ജനവാസം ഇല്ലാതായി പോകുന്നത്. എന്നാൽ ശബരിമല ഇന്നും ആ പ്രാധാന്യത്തോടുകൂടി നിലനിർത്തുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷിണേന്ത്യയുടെയും പാണ്ഡ്യ രാജവംശത്തിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രവുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശബരിമല ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വളരെ കോംപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രം, അതിൻ്റെ പരാമർശം ഈ പറയുന്ന ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചോളർ, ചേര, പാണ്ഡ്യ, പല്ലവർ, അവർ തമ്മിൽ നടന്ന 1 നൂറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ പലായനം ചെയ്തത് ഈ ചേരവംശം കേരളത്തിലേക്കാണ് പലായനം ചെയ്തത്. അപ്പോൾ ആ തമിഴ്നാട്, ആ യുദ്ധഭൂമിയും ചോളന്മാരുടെ ആ ഒരു സാമ്രാജ്യവും പിന്നീട് പാണ്ഡ്യർ, ചേക്കേറ്, തിരുവിതാംകൂർ ആയി രാജാക്കന്മാരുടെ ആ ഒരു ഭൂപ്രദേശവും നോക്കുമ്പോൾ അതിർത്തി കാവലിന് വേണ്ടി രൂപം കൊണ്ട് ചാവേർ പടകളുമായി അതിൻ്റെ നായകത്വം വഹിച്ച അയ്യപ്പന്മാരും ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം അഭേദ്യമാണ്. അതായത് അയ്യപ്പൻ എന്ന വാക്ക് ശരിക്കും സൈന്യാധിപന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വാക്കാണെന്ന് ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി കാണുന്ന ഒരു പാറ്റേൺ ആണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ചില വിവാദമായ സംസാരങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാം, പന്തളം രാജകൊട്ടാരത്തിൽ ആർക്കും അയ്യപ്പൻ എന്നുള്ള പേരില്ല. താഴ്മൺ കുടുംബത്തിനായാലും അയ്യപ്പൻ എന്ന പേരുള്ള നമ്പൂതിരി അവിടെയുമില്ല. എന്തുകൊണ്ടില്ല എന്ന് വിവാദപരമായ ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, അയ്യപ്പൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ സൈന്യവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേര് ആയിട്ടാണ് ശരിക്കും കാണപ്പെടുന്നത്. കാരണം നമ്മുടെ പുരാണങ്ങളിലൊക്കെ എന്താണ് കണ്ടുവരുന്ന, ധർമ്മശാസ്താവ് മനുഷ്യാവതാരത്തിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. പിന്നീടാണ് ഈ പറയുന്ന അയ്യപ്പൻ എന്നുള്ള രൂപാന്തരത്തിലേക്ക് അത് മാറുന്നത്. അത് ഏകദേശം ഈ പറയുന്ന ചരിത്രം അല്ലെങ്കിൽ സമകാലീന ചരിത്രം അവൈലബിൾ ആയ ഈ രാജവംശങ്ങളുടെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു നാമത്തിൻ്റെ ഉദയം നമ്മൾ കാണുന്നത്. അപ്പം അതുവരെ ധർമ്മശാസ്താവിന് മറ്റ് പല പേരുകളിലാണ് അറിയപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് ഇതൊരു മിലിറ്ററി പാറ്റേൺ ആയി അന്നത്തെ കാലത്ത് ഉള്ള ഒരു പേരായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പുരാണ കഥകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഊഹാപോഹങ്ങളിലും നാടൻ പാട്ടുകളിലും കഥകളിലും സാഹിത്യ ഗ്രന്ഥങ്ങളിലും ചിതറിക്കിടക്കുന്ന ഈ ശകലങ്ങളൊക്കെ നമ്മൾക്ക് സമാഹരിച്ചിട്ട് ഇതുപോലെയുള്ള റെഫറൻസസ് തേച്ച് നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ട് കഴിയുന്നത്ര ഹിസ്റ്റോറിക്കൽ രേഖകളുടെ ഒക്കെ പിൻബലത്തോടു കൂടി ഇതൊക്കെ എടുത്ത് വളരെ ഒരു പാറ്റേണിൽ ശബരിമല ശാസ്താ പ്രതിഷ്ഠയുടെയും യഥാർത്ഥ ചരിത്രമൊക്കെ അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ശരിക്കും ഈ ഒരു യാത്ര തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞു. കാരണം ചരിത്ര രേഖകളിൽ കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് ചരിത്രകാരന്മാർക്കും കൃത്യമായ ഒരു നാൾ വഴി പോലെ ചരിത്രം എഴുതാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആകെ എന്തേ പറ്റൂ, ഇങ്ങനെയുള്ള വസ്തുതകളിലേക്ക് ഒന്ന് വെളിച്ചം വീശാം, ഒന്ന് കണ്ണോടിക്കുക എന്ന് മാത്രമേ നമ്മൾക്കും പറ്റുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ. ഇപ്പം മുൻവിധികളോടെ നമ്മൾ ഈ ഒരു ജ്ഞാന പരമ്പരയെ നിങ്ങൾ സമീപിക്കാതിരിക്കുക.
കാരണം ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നതും ആത്യന്തികമായ സത്യം ആണെന്ന് നമ്മൾക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ പറയുന്ന പോലെ പല സ്ഥലത്തും പല സ്ഥലത്തും പല പരാമർശങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് ചേർത്ത് സാമാന്യേന നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതും സ്വീകരിക്കാൻ പറ്റുന്നതുമായ ഒരു രൂപം അങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പം ശരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് നിങ്ങൾ സ്വീകരിക്കുക, വിമർശിക്കാൻ പറ്റുന്നത് വിമർശിക്കുക. കാരണം വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് വിപുലീകരിക്കാനുള്ള സാധ്യത ചിലപ്പം തെളിഞ്ഞു വരും. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഇതേക്കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചരിത്രത്തെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അല്ലേ. നമ്മൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരവരുടേതായ വഴിയിലേക്കൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് വരുമ്പോൾ ശരിക്കും ചരിത്രം എന്താവും, ഒരു സ്ഫുടം ചെയ്യാൻ നമ്മൾ പറയില്ല, ഒരു പ്രോസസ്സാണത്. എന്താണ്, റിഫൈൻ ചെയ്യുക എന്നുള്ളത്, സ്ഫുടം ചെയ്യുക. അങ്ങനെ റിഫൈൻ ചെയ്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ യഥാർത്ഥ ചരിത്രം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം അറിയുന്നതിന് നമ്മൾക്ക് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായി അറിയാൻ പറ്റുമെങ്കിൽ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൃത്യമായിട്ട് നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അന്ന് ഈ പ്രദേശത്ത് നിലനിരുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടനയും ബന്ധങ്ങളുടെയൊക്കെ കുറിച്ച് നമ്മൾക്കൊരു ഏകദേശ ധാരണ കിട്ടേണ്ടതുണ്ട്. കാരണം ഈ കാലഘട്ടത്തിലെ ശബരിമലയുടെ ചരിത്രമാണ് ശരിക്കും ഇന്ന് വളരെ ക്ലിയർ അല്ലാണ്ട് വ്യക്തമാവാതെ ഇങ്ങനെ ഇരുളിൽപ്പെട്ട് ഇങ്ങനെ ആടി ഉലയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കാലഘട്ടം നിങ്ങൾ ഓർക്കണം, 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. ആ ഒരു കാലത്തെ ചരിത്രം വളരെ നിഗൂഢമായി ഇങ്ങനെ നമ്മുടെ മുന്നിൽ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥകളുടെ ഒരുപാട് കഥകൾ, എന്നാൽ ഈ കാലഘട്ടത്തിൽ അതങ്ങനെയായിരുന്നു, അയ്യപ്പൻ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള കഥകൾക്കും ഈ പറയുന്ന നാടൻ പാട്ടുകൾക്കും നാടൻ ചിന്തകൾക്കും ഒന്നും ഒരു ക്ഷാമവുമില്ല. ഇതിൻ്റെയൊക്കെ ആഴത്തിൽ അടിയിൽ യഥാർത്ഥ സത്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും 9-ാം നൂറ്റാണ്ടിൽ 9-ാം നൂറ്റാണ്ടിൽ ഈ ഒരു ക്ഷേത്രം ഉൽപ്പത്തി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ 9-ാം നൂറ്റാണ്ടിൽ മുതൽ 18-ാം നൂറ്റാണ്ടിലെ ജീർണോദ്ധാരണം വരെയുള്ള ചരിത്രമാണ് നമ്മൾക്ക് ചികഞ്ഞെടുക്കാനുള്ളത്. കാരണം ദേവസ്വം വരുന്നത് 1950 ചേർന്നിട്ടുള്ള തീപിടുത്തത്തോട് കൂടിയിട്ടാണ്. അതിനു മുമ്പേ കുറച്ച് കാലഘട്ടം വരെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾക്ക് അറിയെങ്കിലും അതിന് ഈ പറയുന്ന 8 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു വലിയ 10 നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. അപ്പോൾ പുരാണ കഥകളും യഥാർത്ഥ വസ്തുതകളും തമ്മിലുള്ള ബന്ധമോ വൈരുദ്ധ്യങ്ങളോ ഒക്കെ നമ്മൾക്ക് എങ്ങനെ അറിയണം, വ്യവച്ഛേദിച്ചറിയണം. ഇങ്ങനെ ബൈസെക്ട് ചെയ്ത് ട്രൈസെക്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ. അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾക്ക് ആ കാര്യം നമ്മളെ കയ്യിലുണ്ടാവണം, ചരിത്രം, യഥാർത്ഥ വസ്തുതകൾ. അപ്പോൾ യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വിഷ്ണു മഹേശ്വര ആദി ചൈതന്യങ്ങളൊക്കെ ഒഴിവാക്കി മാനുഷിക തലത്തിൽ നിന്നിട്ട് തന്നെ നമ്മൾക്ക് ചരിത്രപരമായി ചിലപ്പോൾ അയ്യപ്പനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ പുനരന്വേഷണമൊക്കെ വേണം അല്ലേ. വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞൊരു സിദ്ധാന്തം വേറൊരാൾ അതിന് കണ്ണിക്കുമെങ്കിൽ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാം. ഞാനിത് പറഞ്ഞത് നമ്മൾ പറയുന്ന ഇനി മുൻപോട്ട് നമ്മൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിയേർഡായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എവിടെയും ഒന്നും ഉൾക്കൊള്ളാത്ത ഒരു സാധനം പോലെ ഉണ്ടല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ആ പുകമറയെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു വിവരണം നിങ്ങൾക്ക് തന്നത്. അതല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ കൺഫ്യൂഷനിൽ പെട്ടു. അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന ആ യാത്രയിൽ തന്നെ പോകാം. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അയ്യപ്പൻ, ഈ പറയുന്ന പോലെ അയ്യപ്പൻ്റെ കഥകൾ ആരംഭിക്കുന്നത് തന്നെ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പാലാഴി മദനം ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഇത് ഞാൻ പറയുന്നത് പുരാണത്തിലെ ആഖ്യാന രീതിയാണ്. കുറച്ച് നേരത്തെ വരെ നമ്മൾ ആധുനികമായ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ താത്വികമായി ഒന്ന് വിശകലനം ചെയ്ത് മുൻപോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇതിനൊക്കെ അയ്യപ്പൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ട സ്ഥലം സമുദ്രമന്ഥനം. അപ്പോൾ ആ മന്ഥനം അല്ലേ,
മഥനം, മന്ഥനം. മഥനം എന്ന് പറഞ്ഞാൽ ഇളക്കുക എന്നുള്ളതാണ്. മന്ഥനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ ഇളക്കുക, അതിനാണ് മന്ഥനം. അപ്പം അങ്ങനെ ആ സമുദ്രമന്ഥനം എന്ന പ്രവർത്തനത്തിലൂടെ തന്നെ നമ്മുടെ ഭാരതീയമായ ഋഷിപ്രോക്തങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ ചിന്തകൾ പ്രപഞ്ചത്തിലെ ഓരോ പ്രവൃത്തിയെയും വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചതാണ് ശരിക്കും ഈ സമുദ്രമഥനം എന്ന് പറഞ്ഞാൽ. കുറേയൊക്കെ നമ്മൾ ഇതിനു മുമ്പേ കൂർമ്മത്തിൻ്റെതും അല്ലേ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളവിടെ കുറച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പം ഈ മഥനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രപഞ്ചത്തിൻ്റെ പ്രവൃത്തികളാണ് ശരിക്കും ഋഷീശ്വരന്മാർ പുരാണത്തിൽ ഈ ഒരു ദൈവീകമായ ഒരു ചിത്രത്തിൽ, ഒരു ക്യാൻവാസിൽ രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതൊരു വടംവലി പോലെയാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. വേദങ്ങളിലും പുരാണങ്ങളിലും വിവരിച്ചിരിക്കുന്നത് പോലെ ഇത് പ്രപഞ്ച അണ്ഡമായ ഹിരണ്യ ഗർഭത്തിനുള്ളിൽ ഇന്ദ്രനും വൃത്രനും തമ്മിലുള്ള വടംവലിയായിട്ടാണ് പുരാണങ്ങളിൽ അല്ലെങ്കിൽ വേദങ്ങളിൽ ഇതിന് പരാമർശം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അയ്യപ്പൻ്റെ കഥ ഇങ്ങെത്തി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് നടത്തുന്ന സമുദ്രമഥനമാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാമർശത്തിന് വെക്കുന്നത് ആദിമ സൃഷ്ടിയെ വിവരിക്കുന്ന, പ്രപഞ്ച ഉൽപ്പത്തി തന്നെ വിവരിക്കുന്ന ഒരു മഥനം. എല്ലാം ഉടലെടുക്കുന്നത് ഈ ഒരു ചെർണിങ്ങിൽ നിന്നാണ്, മഥനത്തിൽ നിന്നാണ്. അപ്പോൾ അത് അവിടെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ആ സൃഷ്ടി തത്വം വഹിച്ചിരുന്ന അണ്ഡത്തെ വിളിച്ച പേരാണെന്താ? ഹിരണ്യഗർഭം. ആ ഹിരണ്യഗർഭത്തിൻ്റെ ഉള്ളിൽ ഇന്ദ്രനും വൃത്രനും തമ്മിലുള്ള വടംവലിയാണ് ശരിക്കും സൃഷ്ടി സംഭവിക്കാൻ കാരണമായത് എന്നാണ് നമ്മുടെ ദർശനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ബൈബിളിലുള്ള സൃഷ്ടിക്രമമൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ പഠിച്ചത് പിന്നെ അവരെഴുതിയ സിലബസ് ആണല്ലോ. അപ്പോൾ ഭാരതീയ ദർശനത്തിൽ ഭാരതീയരായ ഋഷീശ്വരന്മാർ വളരെ കൃത്യമായി സൃഷ്ടിക്രമം നമ്മളോട് വിവരിച്ചത് എല്ലാം ഉൾക്കൊള്ളുന്ന അതുകൊണ്ടാണ് ബ്രഹ്മാണ്ഡം അണ്ഡരൂപത്തിൽ ഇതിനൊക്കെ ഉൾപ്പെട്ടിരുന്ന ആ ഒരു ശക്തി, ഹിരണ്യഗർഭം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശക്തി. അതിനുള്ളിൽ ഇന്ദ്രനും വൃത്രനും തമ്മിൽ നടന്ന വടംവലിയാണ് സൃഷ്ടി സംഭവിക്കാൻ കാരണമായത്. ഈ വടംവലിയിൽ ഇന്ദ്രൻ വൃത്രനെ കീഴടക്കുകയും ഹിരണ്യഗർഭം പൊട്ടിത്തെറിക്കുകയും പ്രപഞ്ചത്തെ പുറംതള്ളുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ തന്നെ പറയാം. അണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കോഴിമുട്ട തന്നെ എടുക്കാം അല്ലെ? ദൈനംദിന ജീവിതത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഉദാഹരണം തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾക്കറിയാം, ആ കോഴിമുട്ടയുടെ ഉള്ളിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ട്രാൻസ്പാരൻ്റ് ലിക്വിഡിൻ്റെ ഫോമിലാണ് ആ സൃഷ്ടി ഇരിക്കുന്നത് അല്ലേ? ഒരു ചലനവും നമ്മൾക്ക് ദർശിക്കാനാവാത്ത, ഒരു മാറ്റവും ഇല്ലാത്ത ആ രൂപത്തിൽ ഇരിക്കുന്നു അണ്ഡം. അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? അവിടെ ഇന്ദ്രനും വൃത്രനും കൂടെ ഒരു വടംവലി നടക്കും. ആ വടംവലിയെ തുടർന്ന് എന്തുണ്ടാവും? ഈ ഗർഭം പൊട്ടിത്തെറിച്ച് ഈ ഗർഭം പൊട്ടിത്തെറിക്കുകയും പ്രപഞ്ചത്തെ പുറന്തള്ളുകയും ചെയ്തു. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? പ്രകർഷേണ പഞ്ചീകൃതമായത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ കാരണം അല്ലേ? ഫ്രിക്ഷനിലൂടെ പഞ്ചീകൃതമായത്. പ്രകർഷണം പ്രോസസ്സിലൂടെ, മുൻപോട്ട് പോകുന്ന ഒരു പ്രോസസ്സിലൂടെ 5 പഞ്ചീകൃതം, പഞ്ചഭൂതാത്മകമായ ശരീരം അതിനെ പുറത്തേക്ക്, അതിനെയാണ് ശരിക്കും പ്രപഞ്ചം. പഞ്ചം. അപ്പോൾ ആ പ്രപഞ്ചത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ദ്രൻ ഹിരണ്യഗർഭത്തിൽ ഹിരണ്യഗർഭത്തിൽ ഇന്ദ്രനും വൃത്രനും എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഒരു പുഷിങ് ഫോഴ്സിനെയാണ്, ഒരു തള്ളുന്ന ശക്തി, ഒരു റിപ്പൾസിവ്. വൃത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്രൻ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ശക്തിയാണ്, പുള്ളിങ് പവർ, വലിക്കുന്ന പവർ.
നിങ്ങൾ നോക്കണം ഓരോ സൃഷ്ടി. ഇന്ന് ഫിസിക്സ് പറയുന്ന അത് തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്. അട്രാക്ഷനും റിപ്പൾഷനും, അതിനെ ഭാരതം വിളിച്ച പേരാണ് ഇന്ദ്രനും വൃത്രനും. ഓക്കെ, അങ്ങനെ അട്രാക്ഷനും റിപ്പൾഷനും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കുന്നു. ഏതിൻ്റെ ഉള്ളിലാണോ ഇത് നടക്കുന്നത് അത് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമുണ്ടാകുന്നു. അപ്പോൾ വൃത്രം എന്ന് പറഞ്ഞാൽ വൃത്ര എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒട്ടിപ്പിടിക്കുക, തന്നിലേക്ക് എന്താ പറയുക, ആ ചലന ഒട്ടിപ്പിടിക്കുക എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ മാറ്റത്തിൻ്റെയോ ചലനാത്മകതയുടെയോ വൈബ്രൻസിയുടെയോ എതിരെയുള്ള ജഡത്വത്തെയാണ് ശരിക്കും വൃത്രൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രനാണെങ്കിൽ പുഷിങ് ഫോഴ്സ് ആണ് ടുവേർഡ്സ് എന്താ പറയുക ക്രിയേഷൻ. ഒരു കാര്യം ഭവിക്കാൻ വേണ്ടി മുൻപോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നെങ്കിൽ, തന്നിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥായിയായി സ്റ്റാഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പവറിനെയാണ് നമ്മൾ വൃത്രൻ എന്ന് നമ്മുടെ ഭാരതം വിളിച്ചത്. അപ്പോൾ ഇന്ദ്രൻ എന്ന പേര് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് മിന്നൽ അല്ലെ. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വജ്രായുധം, മിന്നൽ. മിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് ഫോഴ്സ് ആണ്. നമുക്കറിയാലോ മഴ ഉണ്ടാവുന്നത് ലൈറ്റ്നിങ്ങിനെ തുടർന്നിട്ടാണ് അല്ലേ. അപ്പോൾ ശക്തി ആർജിച്ച ഒരു സ്വഭാവം, ഇന്ദ്രിയങ്ങൾ, പ്രേരണ, തള്ളുകയോ അല്ലെങ്കിൽ വികസിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവണത, അതിനെയാണ് നമ്മൾ ശരിക്കും ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി സംഭവിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാണ്ടത്തിൽ ആദ്യം സംഭവിച്ച പ്രക്രിയയാണ് ശരിക്കും എന്തെന്ന്? സമുദ്രമന്ഥനം, ഈ വടംവലി. ആര് തമ്മിൽ? ഇന്ദ്രനും വൃത്രനും. മറന്നു പോകരുത് ഇത്. കാരണം നമ്മൾക്കിത് ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഈ തത്വം നമ്മൾക്ക് പഠിക്കാൻ, പല സ്ഥലത്തും ജീവിതത്തിൽ നമുക്ക് ഈ തത്വം പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ വടംവലി അല്ലെങ്കിൽ മഥനത്തിൽ ഇന്ദ്രൻ വൃത്തത്തെ മറികടക്കുമ്പോൾ, അതായത് പുഷിംഗ് ഫോഴ്സ്, അതായത് റിപ്പൾസീവ് ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സിനെ മറികടക്കുമ്പോൾ ഹിരണ്യഗർഭം ഇന്ദ്രന്റെ പ്രേരണയാ ശക്തിയാൽ വികസിച്ച് അത് പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കങ്ങൾ പ്രപഞ്ചം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഒരു കോഴിമുട്ടയിൽ സംഭവിക്കുന്നത് അല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള ഈ ചേണിങ് എനർജീസ് നമുക്കറിയാലോ. മുട്ട ഞാൻ ഈ പറഞ്ഞ പ്രാരംഭഘട്ടത്തിൽ അതിൽ ഒരൊറ്റ ലിക്വിഡ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ ചേണിങ്ങിൻ്റെ കാര്യമായിട്ടാണ് എന്തുണ്ടാവുക? വെള്ളക്കരുവും മഞ്ഞക്കരുവും ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ആ ഒരു അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ്, അതിൻ്റെ ഗുണമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ആ അണ്ഡം പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു? സൃഷ്ടി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മൂല കാരണമായിട്ട് ആര് പറയുന്ന? ഋഷീശ്വരന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളതും എന്താണ് ശരിക്കും? ഈ സമുദ്രമന്ഥനം എന്ന് പറയുന്നത് നമ്മൾ അയ്യപ്പൻ്റെ ജനനം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഇത് പറയുന്നത്. പിന്നെയോ പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടി സംഭവിക്കുമ്പോഴും നമുക്ക് ഈ സമുദ്രമന്ഥനം നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രകൃതി എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എളുപ്പം നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും എന്ത്? സമുദ്രമന്ഥനം. അപ്പോൾ സമുദ്രമന്ഥനം അല്ലെങ്കിൽ സമുദ്രമഥനം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സൃഷ്ടി പ്രക്രിയയിലും അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു തത്വമാണ്. ഇത് മറന്നു പോകരുത്, വളരെ പ്രധാനമുള്ളതാണ്. കാരണം നമുക്ക് മുൻപോട്ട് പോകുന്നതിന് നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ളതാണ്. അയ്യപ്പൻ്റെ തത്വം പഠിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കുവാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മഥനം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് കാണാം. അത്തരമൊരു വടംവലി അല്ലെങ്കിൽ ഈ മഥനം പൊതുവായ സൃഷ്ടിക്കും ഓരോ നിമിഷവും നമുക്ക് നടക്കുന്ന സംഭവങ്ങൾക്കും ബാധകമാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറയാം. സമുദ്രമഥനം വെറും ഈ പറയുന്ന മോഹിനി വിഷ്ണു തത്വമല്ല, ഇതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു തത്വം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെന്തായാലും നമ്മൾ പഠിക്കേണ്ടതാണ്.
അപ്പം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അയ്യപ്പൻ്റെ കഥ പറയുന്നിടത്ത് എന്തിനാണ് സമുദ്രമഥനം? കാരണം അയ്യപ്പൻ പ്രതിനിധാനം ചെയ്യുന്ന തത്വം എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു 1-2 ക്ലാസ്സിൽ നമ്മളത് വിശദമായി പറയും. അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് യഥാർത്ഥ ബോധ്യം ഉണ്ടാവും എന്തിനാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മൂർത്തി ഈ കലിയുഗത്തിൽ അവതരിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ കേട്ട കഥയോ ഇതിഹാസമോ അല്ല, യഥാർത്ഥ തത്വം ആഴത്തിൽ നമ്മൾ തൊടുമ്പോൾ നമുക്കറിയാം. നമ്മൾ യഥാർത്ഥത്തിൽ മാലയിട്ട് പോകുന്ന ഓരോ ആൾക്കും അവിടെ ചെല്ലുന്നത് ഞാൻ ഏത് തത്വത്തിന് ഏത് ഊർജത്തെ സ്വീകരിക്കാനാണെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാവും. ഇതെന്തുകൊണ്ടോ നമ്മൾക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഒരു പരിധി വരെ ഞാനും അടക്കം കുറേ കാലം അയ്യപ്പനെ തത്വം അറിയാതെയാണ് നമ്മളൊക്കെ ആരാധിച്ചിട്ടുള്ളത്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ എന്നും പറയുന്നത് പോലെ പരമാവധി ആളുകളിലേക്ക് നമ്മളത് എത്തിക്കുക. സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്നുള്ളത് വരുന്ന ഒരു വർഷത്തെ ഒരു യജ്ഞമായിട്ടാണ് ഞങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അടുത്ത വർഷം ആകുമ്പോഴേക്കും അത്രയും അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് പോകുന്നത് അയ്യനെ അറിഞ്ഞ് അയ്യനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. പരമാവധി ആളുകളിലേക്ക് ഇത് എങ്ങനെയായാലും നിങ്ങൾ ഒരു ദിവസം അയ്യപ്പനുള്ള നേർച്ച എന്ന് വിചാരിച്ചിട്ടെങ്കിലും നിങ്ങളിതിനെ എത്തിക്കണം. ഈ പ്രഭാതത്തിലും ഇത് കേൾക്കാൻ ആവേശം കാണിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. സ്വാമിയേ ശരണമയ്യപ്പ.